ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പം ഓർത്തു നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്താലോ. രാവിലെ തന്നെ നമുക്ക് ചായ കുടിക്കാം. നമ്മൾ ചായ സ്റ്റൗവിൽ വെച്ചു കേട്ടോ. ഇനി തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. സമയം കൊണ്ട് രാവിലത്തെ ഞാൻ വിചാരിക്കുന്നു ഒന്ന് റവ കൊണ്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കാം. ഉപ്മാവല്ല, പുട്ട്, സോറി. അതാകുമ്പോൾ ഭയങ്കര ഈസി. കുറച്ച് തേങ്ങ, ഇത് ഓൾറെഡി നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ലുലുവിൽ നിന്ന് ഗ്രേറ്റ് ചെയ്ത് കോക്കനട്ട് മേടിച്ച് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. നമ്മൾ ആവശ്യാനുസരണം എടുത്തിട്ടാൽ മതി. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. അങ്ങനെ നല്ല ആവി പാരുന്ന പുട്ടും കോഫി, വെള്ളം. ഇനി നമുക്ക് ഇതിലൊരു സിനിമയൊക്കെ ഇരുന്ന് കാണാം. നമ്മൾ ചിക്കൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് എൻ്റെ കയ്യിലുള്ള പൊടിയൊക്കെ ചേർക്കണം. സാധാ എല്ലാവരും ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ പെപ്പർ പൊടി, ഇതൊക്കെയാട്ടോ ഞാൻ ചേർക്കുന്നത്. നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ കുതിർന്ന് കഴിയുമ്പം നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇതെല്ലാം ഇനി അരിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കൂലി അവൻ്റെ ടോയായിട്ട് പയ്യെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ. അവൻ്റെ ഫേവറേറ്റ് ടോയാണ്. അവൻ അതിൻ്റെ കൂടെയാണ് ഫുൾ ടൈം. നമ്മളിങ്ങനെ ഇഞ്ചി കട്ട് ചെയ്ത് കഴിഞ്ഞു. വെളുത്തുള്ളി, കൂലി ഇവിടെ കിടന്ന് ഒരേ അലമ്പ്. ടോയായിട്ട് അവൻ്റെ വിചാരത്തിൽ അവൻ്റെ ടോയ് എന്ന് പറയുന്നത് അവൻ്റെ കൂടെ കളിക്കുന്ന വേറെ ഇതൊരു ഫ്രണ്ടിനെ പോലെ കേട്ടോ. അവർ രണ്ടുപേരും കിടന്ന യുദ്ധം. ഇനി നമുക്ക് സവോള തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. എനിക്ക് തോന്നുന്നു ഈ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നിട്ടോ കരയാണ്ട് സവോള അരിയാൻ പറ്റുന്ന ഒരു ടെക്നോളജിയും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്ന് സവോള അരിഞ്ഞാലും അത് ആ കരച്ചിലല്ല, അത് കഴിഞ്ഞിട്ട് കണ്ണ് ഫുള്ള് നീറിയിട്ട് അത് കുറേ ടൈം എടുക്കാം നീറ്റിൽ പോകാനായിട്ട്. ഇപ്പം ഒരെണ്ണം നമ്മൾ ചിക്കനിൽ ഇടാനുള്ള സവാള നമ്മൾ അരിഞ്ഞെടുത്ത്, ഒരെണ്ണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സവാള ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിരിയാണിയുടെ മുകളിൽ നമ്മൾ ഇടും. അതിനായിട്ടാണ് നമ്മൾ കട്ടി കുറച്ച് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. കണ്ണ് നിറഞ്ഞിട്ടൊന്നും പറയാം. നമ്മളിപ്പം സവാള ഫുള്ളായിരുന്നു വെച്ചിട്ടുണ്ട്. പറയാനായിട്ട് പറ്റത്തില്ല, ഫുള്ള് കണ്ട് തുറക്കാനേ പറ്റത്തില്ല. നമ്മൾ മുന്തിരി നെയ്യിൽ വറുത്തതും, ഇനി കാഷ്നട്ട്, കുറച്ച് എൻ്റെ കയ്യിൽ ഗോൾഡൻ കളറ് മുന്തിരി ഉണ്ടായിരുന്നു. നമ്മുടെ മസാലയുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇടാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ജസ്റ്റ് വറുത്ത് വെച്ച നമ്മുടെ സവോള അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് പെട്ടെന്ന്, ഏറ്റവും ടോപ്പ് ലെയർ അല്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് കൊടുക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഫുൾ റൈസ് നമ്മളിട്ട് കൊടുക്കുന്നു. പ്രൊഫഷണൽ ബിരിയാണീസ് ഒന്നുമല്ല, നമ്മുടെ കുക്കായിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ വെറുതെ ഒരു രസം നമുക്ക് ഈ അടുപ്പ് വെച്ച് നമുക്ക് മുറുക്കണം. നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, തക്കാളി, പിന്നെ മുളക്, ദെൻ കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. നെറ്റ്ഫ്ലിക്സിലൊരു സിനിമയൊക്കെ വെച്ച് ഞാൻ കാണാമെന്ന് ഓർത്തു. അപ്പോഴാണ് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പം അവിടെ ക്ലൈമറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇരുണ്ടു മൂടിയൊരു മഴ പെയ്യാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ വെറുതെ ഞാൻ അപ്പുറത്തെ ബിൽഡിങ്ങും പുറത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. ബൈ.